വരുൺ ഗാന്ധി കോൺഗ്രസിനോട് അടുക്കുന്നുവെന്ന ചർച്ചകൾ ദേശീയ രാഷ്ട്രീയത്തിൽ ശക്തമാവുന്നത് ബി ജെ പിയുടെ അകത്തലങ്ങളിൽ നീണ്ടു നിൽക്കുന്ന അസ്വസ്ഥതകൾ പുറത്തേക്ക് പൊട്ടി വീഴുന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയായി മാറുകയാണ്. ഇത് ഒരു സാധാരണ പാർട്ടി മാറ്റ അഭ്യൂഹമല്ല, മറിച്ച് മോദി ഷാ കാലഘട്ടത്തിൽ ബി ജെ പി എത്രമാത്രം അസഹിഷ്ണുതയുള്ള വിമർശനം സഹിക്കാത്ത പാർട്ടിയായി മാറിയെന്നതിൻ്റെ ശക്തമായ തെളിവ് കൂടിയാണ്. ഒരു കാലത്ത് ബി ജെ പിയുടെ യുവമുഖം എന്ന നിലയിൽ ഉയർത്തിക്കാട്ടപ്പെട്ട വരുൺ ഗാന്ധിയെ ഇന്ന് സ്വന്തം പാർട്ടി തന്നെ രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്തുകയാണ്. അതാണ് അദ്ദേഹത്തെ കോൺഗ്രസിനോട് അടുപ്പിക്കുന്ന പ്രധാന രാഷ്ട്രീയ പശ്ചാത്തലം. വരുൺ ഗാന്ധി കഴിഞ്ഞ വർഷങ്ങളുടനീളം സ്വീകരിച്ച നിലപാടുകൾ തന്നെ മോദി സർക്കാരിനോടും ബി ജെ പി നേതൃത്വത്തോടും അദ്ദേഹത്തിന് എത്രമാത്രം ആശയപരമായ അകലമുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കർഷക ആത്മഹത്യകൾ, കോവിഡ് കാലത്തെ ഭരണപരാജയം, ഈ വിഷയങ്ങളിൽ തുറന്നടിച്ച് സംസാരിച്ച അപൂർവം ചില ബി ജെ പി നേതാക്കളിൽ ഒരാളായിരുന്നു വരുൺ ഗാന്ധി. പാർട്ടി ലൈൻ വിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ സഹിക്കാത്ത ബി ജെ പി നേതൃത്വത്തിന് ഇതൊരിക്കലും അംഗീകരിക്കുവാൻ സാധിച്ചില്ല. അതോടെയാണ് വരുൺ ഗാന്ധിയെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. ലോക്സഭയിൽ ബി ജെ പിക്ക് ശക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയത്തും വരുൺ ഗാന്ധിക്ക് ഒരിക്കൽ പോലും മന്ത്രിസ്ഥാനം നൽകാത്തത് അത് യാദൃശ്ചികമല്ല, അത് വ്യക്തമായ രാഷ്ട്രീയ ശിക്ഷ തന്നെയായിരുന്നു. മൗനം പാലിക്കാത്തവർക്ക് ബി ജെ പിയിൽ സ്ഥാനമില്ല എന്ന സന്ദേശമായിരുന്നു മോദി ഷാ നേതൃത്വം ഇതിലൂടെ നൽകിയത്. ഇതോടെയാണ് വരുൺ ഗാന്ധിക്ക് ബി ജെ പിയിൽ തൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് വളരെ ഗൗരവമായ സംശയങ്ങൾ തുടങ്ങുന്നത്. ഇതോടൊപ്പം രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ള മറ്റൊരു വസ്തുതയും ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട്. വരുൺ ഗാന്ധിയുമായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നല്ല സൗഹൃദം പുലർത്തുന്നു എന്നത് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ഇത് പുതിയ കാര്യമല്ല. കുടുംബതല ബന്ധങ്ങളും വ്യക്തിപരമായ അടുപ്പവും വർഷങ്ങളായി നിലനിൽക്കുന്നതാണ്. പല ഘട്ടങ്ങളിലും പാർട്ടി രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറം പരസ്പര ബഹുമാനം പുലർത്തുന്ന ബന്ധമാണ് ഇവർക്കിടയിൽ ഉണ്ടായിരുന്നത്. രാഹുൽ ഗാന്ധി പല അവസരങ്ങളിലും വരുൺ ഗാന്ധിയുടെ ചില നിലപാടുകളെ പരോക്ഷമായി തന്നെ പ്രശംസിച്ചിട്ടുമുണ്ട്. ഭരണകൂടത്തിൻ്റെ പരാജയങ്ങൾ തുറന്നു പറയുവാനുള്ള ധൈര്യം, കർഷകരോടും സാധാരണ ജനങ്ങളോടും കാണിക്കുന്ന സഹാനുഭൂതി, ഇതെല്ലാം കോൺഗ്രസിൻ്റെ നിലവിലെ രാഷ്ട്രീയ രേഖയുമായി ഏറെ സാമ്യമുള്ള ഒന്നാണ്. പ്രിയങ്ക ഗാന്ധിയുമായുള്ള വ്യക്തിപരമായ അടുപ്പവും ഈ രാഷ്ട്രീയ നീക്കത്തെ കൂടുതൽ ശക്തമാക്കുന്നതാണ്. ഈ സൗഹൃദ പശ്ചാത്തലത്തിലാണ് വരുൺ ഗാന്ധി കോൺഗ്രസിനോട് അടുക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾ കൂടുതൽ ശക്തമായി തുടരുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരുൺ ഗാന്ധിക്ക് ബി ജെ പി സീറ്റ് നൽകിയില്ല. മാത്രമല്ല, അമ്മയായ മനേകാ ഗാന്ധിയെ സിറ്റിംഗ് സീറ്റിൽ നിന്നും മാറ്റി പകരം മറ്റൊരു സീറ്റിൽ മത്സരിച്ച് അവിടെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ഇതിന് വരുൺ ഗാന്ധിക്ക് മോദിയോടുള്ള എതിർപ്പ് വർദ്ധിക്കുവാൻ കാരണമായിട്ടുണ്ട്. കോൺഗ്രസിലേക്കുള്ള ഈ ഒരു ചുവടുമാറ്റം അത് വരുൺ ഗാന്ധിക്ക് ആശയപരമായി യോജിച്ച ഒരു രാഷ്ട്രീയ ഇടം തന്നെയായിരിക്കും എന്നതിൽ തർക്കമില്ല. വരുൺ ഗാന്ധി കോൺഗ്രസിലേക്ക് എത്തുന്ന പക്ഷം അത് ബി ജെ പിക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നതിലും തർക്കമില്ല. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പോലുള്ള നേതാക്കളുമായുള്ള സൗഹൃദവും സാമീപ്യവും ഈ രാഷ്ട്രീയ മാറ്റത്തിന് കൂടുതൽ കരുത്തു പകരുന്ന ഒന്നാണ്. ഒരു കാര്യം വ്യക്തമാണ്, വരുൺ ഗാന്ധിയുടെ കോൺഗ്രസിനോടുള്ള അടുപ്പം അത് മോദി ഭരണത്തിൻ്റെ രാഷ്ട്രീയ അസഹിഷ്ണുതയെയും ബി ജെ പിയുടെ പാർട്ടിക്കുള്ളിലെ അസഹിഷ്ണുതയും തുറന്നു കാട്ടുന്ന ഒരു വലിയ സൂചനയായി മാറുകയാണ്. ഇത് ഒരാളുടെ പാർട്ടി മാറ്റമല്ല, ഇത് ഒരു രാഷ്ട്രീയ കാലഘട്ടത്തോടുള്ള നിരാകരണമാണ്. ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ ഈ ഒരു നീക്കം പുതിയൊരു വഴിത്തിരിവിൻ്റെ തുടക്കമായി മാറാൻ എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്.